നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എങ്ങനെ വിവാഹിതരാകാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം പല ആൾക്കാർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അത് മാത്രമല്ല, പ്രായമുള്ള 10, 30, 35 വയസ്സുള്ളവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത്. സാധാരണ വിവാഹിതരാകുന്നതിന് പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സുമാണ് പ്രായം. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചും അത് തന്നെയാണ് പ്രായം. ഇതില് ഈ 18 വയസ്സ് പ്രായം പറയുന്നു എന്ന് പറഞ്ഞാല് 18 വയസ്സാകുമ്പോൾ പോയി വിവാഹം ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല. ഏത് വ്യക്തിയായാലും ശരി തന്നെ, പുരുഷനായാലും ശരി തന്നെ, സ്ത്രീ ആയാലും ശരി തന്നെ, മാനസികമായിട്ട് പക്വത ആവുമ്പോൾ മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. ഈ 18 വയസ്സും 21 വയസ്സും എന്നൊക്കെ പറയുന്നത് മാനസികമായിട്ട് യാതൊരു പക്വതയും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അതിനുശേഷം മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ 30 വയസ്സ് 35 വയസ്സൊക്കെ പ്രായമുള്ള 30 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, 35 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ, അവര് വിവാഹിതരാകാൻ തീരുമാനിച്ചു. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിയമപരമായിട്ട് വിവാഹം കഴിക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എവിടെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യേണ്ടത് അവരുടെ ഒന്നുകിൽ പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടിനടുത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഇവർ സമീപിക്കേണ്ടത്. അപ്പോ സ്ത്രീയുടെ വീട്ടിനടുത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് ആവാം, പുരുഷന്റെ വീട്ടിലുള്ള സബ് രജിസ്ട്രാർ ആവാം, അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ജില്ലയിലെ ജില്ലാ രജിസ്റ്റർ ഓഫീസും ആകാം. ഈ 3 സ്ഥലങ്ങളിൽ ഇവർക്ക് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇവർ ആദ്യം ചെയ്യേണ്ടത് ഒരു അക്ഷയ സെന്ററോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറും നെറ്റൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെയാവാം, അല്ലെങ്കിൽ അക്ഷയ സെന്ററെ സമീപിക്കാം. അക്ഷയ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഓരോ ഫോട്ടോ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്, അതുപോലെ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്, അതുപോലെ നിങ്ങളെ അഡ്രസ്സ് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്. ഈ 3 ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ഒരു അക്ഷയ സെന്ററിൽ ചെല്ലുക. അവിടെ ചെന്ന് ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സൈറ്റിൽ കയറിയ ശേഷം നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ഫോം കിട്ടും. ആ ഫോമിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും, പുരുഷന്റെയും സ്ത്രീയുടെയും ഫോട്ടോ പതിപ്പിക്കാനുള്ള സ്ഥലം ഉള്ള സൗകര്യമുള്ള ഒരു ഫോമാണ് കിട്ടുന്നത്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അത് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ചെന്ന് അറ്റസ്റ്റ് ചെയ്യിക്കണം. കാരണം നിങ്ങളാണ് അത് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം അത് അറ്റസ്റ്റ് ചെയ്യണം. ഒപ്പം അഡീഷണൽ ആയിട്ട് 2 ഫോട്ടോയും കൂടി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ 2 ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യുന്ന, സാധാരണ നമ്മൾ ഫോട്ടോകളൊക്കെ അറ്റസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് എനിക്കും അറിയുന്നില്ല. ഇതിന്റെ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ബാക്ക് സൈഡിലാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്. ഇതവിടെ ഒട്ടിക്കാനുള്ളതാണ്. ഒട്ടിക്കുമ്പോൾ ഈ അറ്റസ്റ്റ് ചെയ്ത സാധനം കാണാറൊന്നുമില്ല. പക്ഷെ എങ്കിലും അവർ ബാക്ക് സൈഡാണ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ട് ചെല്ലുക. അപ്പൊ ഇവിടെ അതിനുശേഷം ഇത് ഇത്രയും ചെയ്തതിനു ശേഷം, അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും അതേ അക്ഷയ സെന്ററിൽ തന്നെ ചെല്ലുക. അവിടെ ചെന്ന ശേഷം ഇവര് അക്ഷയ സെന്ററുകാർ ഇത് അപ്ലോഡ് ചെയ്യും. നമ്മൾ ഫില്ല് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത ശേഷം വീണ്ടും അത് നമുക്ക് തിരിച്ചു തരികയും അവിടുന്ന് വേറെ ഒരു ഫോമും നമുക്ക് തിരികെ തരികയും ചെയ്യും. അപ്പോൾ ഇത് 2 ഫോമും വെച്ചുകൊണ്ട്, അപ്പോൾ രണ്ടാമത് തരുന്ന ഫോമിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. നമ്മൾ ആദ്യം അവിടെ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വരും. ഈ 2 ഫോമും പിന്നെ നമ്മളുടെ ഏജ് തെളിയിക്കാനുള്ളത്, പിന്നെ അഡ്രസ്സ് തെളിയിക്കാനുള്ളത്, നമ്മളെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ളത്, ഈ 3 ഡോക്യുമെന്റ്. ഇത് ചിലപ്പോൾ നമുക്ക് ഒരു ഡോക്യുമെന്റിൽ തന്നെ ഇത് 3 ഉണ്ടാവും. ഉദാഹരണത്തിന് പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏജ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിനകത്ത് നമ്മളെ ഐഡന്റിറ്റി ഉണ്ടാവും, അതുപോലെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ 2 പേരുടെയും പാസ്പോർട്ടിന്റെ കോപ്പി ആണെങ്കിലും നമുക്കത് സ്വീകാര്യമാണ്. അല്ലെങ്കിൽ ആധാർ കാർഡും സ്വീകാര്യമാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം ഈ ഡോക്യുമെന്റുകളെല്ലാം കൊണ്ട്
നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ, ഏത് രജിസ്റ്റർ ഓഫീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള രജിസ്റ്റർ, നമ്മൾ ആദ്യമേ നമ്മൾ ഏത് രജിസ്റ്റർ ഓഫീസിലാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ അതേ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അവിടുത്തെ രജിസ്ട്രാറെ കൊടുക്കുക. രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാരേജ് ഓഫീസർ എന്നുള്ള ആ ഒരു സ്ഥാനമാണ് നമ്മളൊരു വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളോട് ഒരു മാസം കഴിഞ്ഞ് 3 സാക്ഷികളുമായിട്ട് വരാൻ പറയും. അപ്പോൾ അവിടെ ഒരു ഫീസ് അടയ്ക്കണം. ആ ഫീസ് അടച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത് പറയാറുള്ളത്. അപ്പോൾ അതിനുശേഷം 1 മാസം എന്ന് പറയുന്നത് ഇത് നോട്ടീസ് ബോർഡിൽ, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നോട്ടീസ് ബോർഡിൽ ഇടും. ആ നോട്ടീസ് ബോർഡിൽ ഇടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 2 പേരുടെയും സബ് രജിസ്ട്രാർ ഓഫീസ് എവിടാണോ ആ സബ് രജിസ്ട്രാർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ ഇടും. അത് ഇടുന്നതിന് കാരണമുണ്ട്. ഇപ്പം ചിലർ ഫ്രോഡായിട്ട് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം ചെയ്യും. ചിലപ്പോൾ വിവാഹം ചെയ്ത ഒരാളുടെ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഭർത്താവായിരിക്കാം. അപ്പൊ ആ വിവാഹമോചനം ചെയ്യാതെ ഈ വിവാഹം ഇങ്ങനെ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം ചെയ്യാൻ അപേക്ഷ കൊടുത്താൽ ഇത് നോട്ടീസ് ബോർഡിൽ കിടക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവിടെ അതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിവാഹം നടക്കത്തില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ 18 വയസ്സാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 21 വയസ്സാകുന്നതിന് മുമ്പ് ചില പയ്യന്മാര് വിവാഹം ആയിട്ട് പോകാറുണ്ട്. അപ്പം അവർ ചിലപ്പോൾ ഈ ഫ്രോഡായിട്ടൊക്കെ ഡോക്യുമെന്റ് ചമച്ച് ഈ രജിസ്റ്റർ ഓഫീസിൽ പോകാറുണ്ട്. അപ്പൊ ഇതൊക്കെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഇത് കൊച്ചു ചെറുക്കനാണ് അല്ലെങ്കിൽ പ്രായം 18 വയസ്സാവാത്ത പെൺകുട്ടിയാണ് എന്നൊക്കെ രക്ഷിതാക്കളൊക്കെ അറിയാൻ ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ പരാതിപ്പെടുകയാണെങ്കിൽ ആ വിവാഹം നടക്കാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വിവാഹം ചെയ്യുവാണെങ്കിൽ ഈ നോട്ടീസ് ബോർഡിൽ ഇടുന്നത് കൊണ്ട് പലരും ഇത് ശ്രദ്ധിക്കപ്പെടുകയും അത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഈ മാരേജ് ഓഫീസറെ അറിയിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇവിടെ ഇനിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കേണ്ടത്. ഇവിടെ ഈ രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാർ ചില സമയങ്ങളിൽ പറയാറുണ്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, SLC ബുക്കിന്റെ ഫ്രണ്ട് പേജ് വേണം, അല്ലെങ്കിൽ അതുപോലെ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫ് വേണം എന്നൊക്കെ ശാഠ്യം പിടിക്കാറുണ്ട്. ഇത് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത് ഈ 18 വയസ്സും അല്ലെങ്കിൽ 21 വയസ്സും പ്രായമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു 30 വയസ്സും 35 വയസ്സൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം ഇവര് 10-30 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഈ രജിസ്റ്റർ ഓഫീസിൽ ഒരു മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ ചില രജിസ്ട്രാർ ഇവരുടെ ഈ SLC ബുക്കിന്റെ കോപ്പിയും അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ അതിന്റെ യാതൊരു കാര്യവുമില്ല. ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ മതി ഇദ്ദേഹം 18-21 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണെന്ന്, അല്ലെങ്കിൽ ആ ലേഡി 18 വയസ്സിന് പ്രായമുള്ള വ്യക്തിയാണെന്നും ബോധ്യപ്പെട്ടാൽ മതി. അപ്പൊ തീർച്ചയായിട്ടും ഒരു 30 വയസ്സും അല്ലെങ്കിൽ 35 വയസ്സും പ്രായമുള്ളവർ ചെല്ലുമ്പോൾ അവരെ ഈ സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫിന്റെ വേണമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയുള്ള കാര്യമല്ല. അത് ഈ രജിസ്ട്രാർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മിക്ക ഈ അക്ഷയ സെന്ററുകളും അവർക്ക് ഇതിനെക്കുറിച്ച് രജിസ്ട്രേഷനെ കുറിച്ച് അറിയില്ല. അവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവര് ഒന്നും അറിയില്ല എന്നൊരിക്കലും അവർ പറയില്ല. അവര് ഒരുപാട് ഡോക്യുമെന്റുകളാണ് ഇവരോട് ആവശ്യപ്പെടുന്നത്. ഇവർക്ക് അതൊന്നും കൊടുക്കാൻ യാതൊരു മാർഗവും ഇല്ല. അവർക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ ഈ പറയുന്ന SLC ബുക്കിന്റെ കോപ്പി വേണം. ഈ ബർത്ത് സർട്ടിഫിക്കറ്റും SLC ബുക്കും ഒന്നും ഇല്ലാത്തവർക്ക് വിവാഹം കഴിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു രജിസ്ട്രാർക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മതി. ഇദ്ദേഹത്തിന് കണ്ടാൽ തന്നെ ഒരു 10-30-35 വയസ്സ് തോന്നിക്കും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടാൽ ഒരു 10-30 വയസ്സ് തോന്നിക്കും. അവിടെ ഒരു നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് കേവലം ഒരു ആധാർ കാർഡ് മാത്രം മതി. ആധാർ കാർഡിനകത്ത് ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ട്, അതുപോലെ ഏജ് പ്രൂഫ് ഉണ്ട്, അതുപോലെ അഡ്രസ് പ്രൂഫ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ നമ്മൾ ഒരു മാസം നോട്ടീസ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം 3 നമ്മുടെ സാക്ഷികളെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരും കൂടെ ഒപ്പിട്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ രജിസ്റ്റർ ഓഫീസ് മുഖേന സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരു വിവാഹവും അത് വിവാഹ മോചനത്തിന് നമ്മൾ കോടതിയെ സമീപിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, ഈ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇതുപോലെ രജിസ്റ്റർ ഓഫീസിൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തിടാറുണ്ട്. 18 വയസ്സ് കാണും പെൺകുട്ടിക്ക്,
അപ്പൊ പയ്യന് 21 വയസ്സ് കാണും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും, തമാശയ്ക്ക് ചെയ്താൽ പോലും അതൊരു വിവാഹമാണ്, അത് നിയമപരമായിട്ടുള്ള വിവാഹമാണ്. ആ വിവാഹബന്ധം വേർപെടുത്തണമെങ്കിൽ കുടുംബ കോടതിയിൽ സമീപിച്ചേ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.